ഞങ്ങൾ കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിലേക്ക് ട്രിപ്പ് പോയിട്ട് തിരിച്ചിറങ്ങി വരികയായിരുന്നു. കാറിലാണെങ്കിൽ നല്ല പാട്ടൊക്കെ ഇട്ട് ചില്ലടിച്ചാൽ വരുന്നത്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മലയാള സിനിമയിൽ പലപ്പോഴും പാട്ടുകൾ അനാവശ്യമാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മലയാള സിനിമയിൽ എന്നല്ല, സിനിമയിൽ തന്നെ പാട്ടുകൾ പലപ്പോഴും അനാവശ്യമാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ചിലരൊക്കെ നീച്ചിട്ട് പറഞ്ഞു, എടാ സിനിമ എന്ന് പറഞ്ഞാൽ പാട്ടില്ലെങ്കിൽ സിനിമ ഒരിക്കലും മുൻപിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു, സിനിമയിൽ പാട്ടില്ലാതെ അല്ലെങ്കിൽ പാട്ടില്ലെങ്കിൽ സിനിമയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹിന്ദിക്ക് പുറത്തുള്ള മറ്റ് ഭാഷകളിലെ സിനിമകളിൽ എത്രമാത്രം അവർ പാട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്, എന്നിട്ടും കഥ കിടിലമായിട്ട് തന്നെ കൊണ്ടുപോകുന്നില്ലേ? പിന്നെ എന്തിനാണ് നമ്മൾ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ സിനിമകളിൽ പാട്ടുകൾ വേണമെന്ന് ഇത്രമാത്രം വാശി പിടിക്കുന്നത്? ഇപ്പൊ അടുത്തിറങ്ങിയ ആവേശം എന്ന് പറഞ്ഞ സിനിമ എടുത്ത് നോക്കും. ആവേശത്തിലുള്ള ഒരു പാട്ടാണ് ജാഡ എന്ന് പറയുന്നത്, മറ്റൊരു പാട്ടാണ് ഇലുമിനാട്ടി എന്ന് പറയുന്നത്. ഈ ഇലുമിനാട്ടി എന്ന് പറയുന്ന ഒരു പാട്ട് ഫഹദിന്റെ ക്യാരക്ടറിനെ വർണ്ണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാട്ടാണ്. ആക്ച്വലി ആ പാട്ടില്ലെങ്കിലും ഫഹദിന്റെ ക്യാരക്ടർ എന്താ എന്ന് നമുക്ക് കണക്ട് ആവും അല്ലേ? ഇനി ജാഡ എന്ന് പറഞ്ഞ സീന്, ജാഡ എന്ന് പറയുന്നത് അവരുടെ ജാഡയായിട്ടുള്ള അല്ലെങ്കിൽ അത്രമാത്രം ഇൻസിഡൻസ് കോളേജിൽ നടന്ന, അവരാണ് ആ കോളേജിലത്തെ മെയിൻ, ആരും തൊടില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ അവർ കോളേജിലേക്ക് നടന്നു പോകുന്ന സമയത്തുള്ള ഒരു പാട്ടാണ് ജാഡ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി വെരി കണക്റ്റിംഗ്. പക്ഷേ ആ പാട്ടില്ലെങ്കിലും നമുക്ക് ആ സീനുകളൊക്കെ പലപ്പോഴും കണക്ട് ആവില്ലേ? ഇനി വേണ്ട, നമുക്ക് മുൻപേ ഇറങ്ങി ഹിറ്റായിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഹിറ്റായിട്ടുള്ള ഏതെങ്കിലും ഒരു പടത്തെ പാട്ട് എടുത്ത് വെക്കാം. രണ്ട് പാട്ട് ഉദാഹരണമായിട്ട് എടുക്കാം. ഒന്ന് മണിച്ചിത്രത്താഴ്, ഒന്ന് യോധ എടുക്കാം. മണിച്ചിത്രത്താഴ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മണിച്ചിത്രത്താഴിലുള്ള പാട്ട്, അതിലത്തെ പാട്ടുകളുടെ പ്ലേസ്മെന്റ് ഒക്കെ കിടിലാണ്. അതിലത്തെ ഒരു പാട്ടാണ് ശ്രീദേവി തന്നെയാണ് ക്യാരക്ടർ എന്ന് തോന്നുന്നു, സണ്ണി അഥവാ മോഹൻലാല് പൂട്ടിയിടുന്ന സമയത്ത് വന്നിട്ടുള്ള പാട്ട് മണിച്ചിത്രത്താഴിനുള്ളിൽ. വണ്ടർഫുൾ സോങ്, ഒന്നും പറയാനില്ല. സോങ്ങിന്റെ പ്ലേസ്മെന്റ് കിടിലവാ. പക്ഷെ ആ സോങ് തന്നെ വേണോ അവിടെ ആ ഒരു ഇമോഷൻ കൺവേ ചെയ്യാൻ? പക്ഷെ ആ സോങ് ഉള്ളതുകൊണ്ട് എന്താ, ആ ഇമോഷൻ വളരെ പെട്ടെന്ന് കൺവേ ആയി, വളരെ ഡീപ്ലി കൺവേ ആയി. അതേപോലെ തന്നെ പഴന്തമിഴ് പാട്ടുണ്ടെങ്കിലും ആ പാട്ടും വളരെ കിടിലമായിട്ട് നമ്മുടെ ഇമോഷൻസ് കൺവേ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സീനെ എലിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഞാൻ പാട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പാട്ടിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് എന്നുള്ളത്. നമുക്ക് ആ പോയിന്റിലേക്ക് ലാസ്റ്റ് വരാം. ഒറ്റ സിനിമയും കൂടെ ഉദാഹരണമായിട്ട് യോധയിലുള്ള ചില പാട്ടുകൾ, ഉദാഹരണമായിട്ട് പടകാളി ചിണ്ടിച്ചെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ട്, അത് ആ ഒരു സീനിന് അല്ലെങ്കിൽ ആ ഒരു ഫുൾ സീക്വൻസിനെ എലവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അതിലുള്ള ബാക്കിയുള്ള പാട്ടുകൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഓക്കെ, അങ്ങനെ വളരെ കിടിലമായിരുന്നു എന്നുള്ള AR റഹ്മാന്റെ ഒരു മാജിക് തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ പാട്ടുകളെല്ലാം ഇല്ലെങ്കിലും പലപ്പോഴും ആ സീനോ ആശയങ്ങളൊക്കെ കൺവേ ആവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ പാട്ടുകൾ ഇല്ലെങ്കിൽ കൂടി, ഈ പാട്ട് എന്ന് പറയുന്നത് എന്താ പറയുക, ശരിക്കും അതൊരു ബ്രഹ്മാസ്ത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആൾക്കാർക്ക് സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് സിമ്പിളായിട്ട് ആശയങ്ങളും ചിന്തകളും കൺവേ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പാട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാട്ടില്ലെങ്കിലും സിനിമ മുന്നോട്ട് പോകും, പക്ഷെ കുറച്ചുകൂടെ കഷ്ടപ്പാടാണ്. മ്യൂസിക് ഇല്ലാണ്ട് സിനിമ മുന്നോട്ട് പോയില്ല, പക്ഷെ പാട്ടില്ലെങ്കിൽ സിനിമ മുന്നോട്ട് പോകും. അപ്പൊ ആ പാട്ട് വെക്കുന്നത് എന്താ, ഡയറക്ടേഴ്സിന്റെ പണി ഒന്നുകൂടി എളുപ്പമാവുന്നതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു തോട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ പാട്ട് വെക്കുന്നതിലൂടെ തന്നെ ഇമോഷൻസ് പെട്ടെന്ന് ആൾക്കാരായിട്ട് കൺവേ ആവും. ഇവൻ കുമ്പളങ്ങി നൈറ്റ്സിൽ തന്നെ കിടിലം പാട്ടുകളൊക്കെ ഉണ്ട്. അത് ഇമോഷൻസിനെ അത്രമാത്രം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടില്ലാതെ അത്രമാത്രം ഇമോഷൻസിനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. സോ പാട്ട് ഡെഫിനറ്റ്ലി സിനിമയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ അപ്പുറത്തേക്ക് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പാട്ടുകൾ അത്യാവശ്യമാണെന്നില്ല. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, സിനിമയിൽ നായകനും നായിക കാണുന്ന സമയത്ത് ലണ്ടനിലോ പാരീസിലോ പോയിട്ട് ഡാൻസ് കളിക്കുമ്പോൾ പാടുന്ന അല്ലെങ്കിൽ വെക്കുന്ന പാട്ടുകളെല്ലാം, ആ പാട്ടുകൾ അനാവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സിനിമയെ എലിവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, സിനിമയിൽ അത്രമാത്രം ആവശ്യമായിട്ടുണ്ടായിട്ടുള്ള സോങ്ങുകൾ തന്നെ ആവശ്യമായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പാട്ടുകൾ അനാവശ്യമാണ് എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തെ അല്ലെങ്കിൽ വാക്കിനെ ഞാൻ തിരുത്തിയിട്ടൊന്നും ഇങ്ങനെ പറയുന്നു, സിനിമയിൽ പാട്ടുകൾ അത്യാവശ്യമല്ല എന്നുള്ളത്. ഒരു പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് ഈ പാട്ടുകളൊന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് അത്രമാത്രം ആശയങ്ങൾ നമ്മളുമായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ സിനിമ ഇത്രയ്ക്ക് ഹിറ്റാകുമായിരുന്നു എന്നുള്ള കാര്യം കൂടെ സംശയമാണ്. സിനിമ ഹിറ്റാകുന്നതിൽ ഈ പാട്ടൊക്കെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ ഈ പാട്ടുകളുടെ സഹായം ഇല്ലാതെയും സിനിമ വേണമെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ താഴെ പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നു. താങ്ക് യു.